നമുക്കാണെങ്കിൽ പരിപാടി അവതരിപ്പിക്കാൻ. ഹലോ ചേട്ടാ, നിങ്ങളിവിടെ ഉണ്ടായിട്ടാണോ ഈ വണ്ടി ഇവിടെ കിടക്കുന്നത്? നിങ്ങളുടെ വണ്ടിയാണെന്ന് എടുത്ത് മാറ്റാവോ? എന്റെ വണ്ടിയല്ല അത്. ഓ കതർദാരി, എന്റെ വണ്ടിയല്ല. ഞാൻ വന്നപ്പോ മുതല് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണക്കുന്നില്ലേ? അല്ല ഇത്രയും ഞാൻ പറയട്ടെ, ഇങ്ങനെ ഒരു വണ്ടി കൊണ്ടുവിടാന്ന് പറയുന്നത് തന്നെ നമുക്ക് ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എന്തോ ഒരു അവിഹിതം ഉള്ള പോലെ എനിക്ക് അങ്ങനെ പറയുന്നത്. അത് ഭയങ്കര മോശമായി പോയി. ചേട്ടൻ എന്നെ വർത്താനാ പറയുന്നത്. ഒരു കാർ മനസ്സിലാക്കാനെന്നറിയാമോ, നമ്മളൊരു കാർ ഇങ്ങനെ വിജനമായ സ്ഥലത്തിട്ട് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ വന്ന ആരെങ്കിലും കാണാം, ഇങ്ങോട്ട് നോക്കിയാൽ ഇങ്ങനെ വന്ന ആരെങ്കിലും കാണാം. അപ്പൊ ഇതിനകത്തൊരു അവിഹിതം മണക്കുന്നില്ലേ എന്ന് തോന്നുന്നു. എന്തേ പറയുന്നേ? ആ ഭയങ്കര മോശമല്ലേ ചേച്ചി അങ്ങനെയൊക്കെ പറയുന്നേ? ഭയങ്കര പോറായി പോയി ചേട്ടാ. ആ പറഞ്ഞത് ഭയങ്കര മോശമായി പോയി. അല്ല ഇങ്ങനെ പറയുന്നത് ഓരോ വണ്ടികളുടെ കിടപ്പ് കണ്ട നമുക്ക് അതിന്റെ ലക്ഷണം കണ്ട നമുക്ക് പറയാൻ പറ്റും. അതെങ്ങനെ പറയാൻ പറ്റും? അതാണ് ഈ മരത്തിന്റെ ചോട്ടില് അവർക്ക് അവിടെ കൊണ്ടുപോയിടാം, അവിടെ കൊണ്ടുപോയിടാം, ഇവിടെ കൊണ്ടുപോയിടാം. ഇവിടെ എങ്ങും ഇടാതെ ഈ മരത്തിനോട് ചേർന്ന് വണ്ടി ഇതിനകത്ത് കിടക്കുന്നു. ഇതിനകത്ത് ആരുമില്ല. അല്ല അത് ചിലപ്പോ എന്നെ ഇപ്പൊ മരത്തിന്റെ അടി ഇപ്പൊ ഭയങ്കര ചൂടൊക്കെ അല്ലേ, അപ്പൊ ചിലപ്പോ ഒന്ന് പാർക്ക് ചെയ്തപ്പോ തണൽ കിട്ടും, ബ്രേക്ക് ഡൗൺ ആയതോ തണൽ കിട്ടട്ടെന്ന് വിചാരിച്ചു. പെങ്കൊച്ചി ബ്രേക്ക് ഡൗൺ ആയെന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയാ പഠിച്ചത്? നിങ്ങൾ ബാംഗ്ലൂരാ പഠിച്ചേ. ബാംഗ്ലൂർ വരെ പഠിച്ചോ? അല്ല എവിടെ പഠിച്ചതെന്ന് വെച്ചത് ബാംഗ്ലൂരാ പഠിച്ചത്. അതല്ല ചോദിച്ചാൽ എത്ര വരെ പഠിച്ചു? അത് ഞാൻ പിന്നെ PG ഒക്കെ വരെ ചെയ്തിട്ടുണ്ട്. PG വരെ ചെയ്തു. ഒരു കാര്യം മനസ്സിലാക്കും, നമ്മളിപ്പോ ഒരു വണ്ടി ഓടിച്ച് ചീറിപ്പാഞ്ഞു പോണ സമയത്ത് ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിൽ ഈ വണ്ടി സെൻട്രലായിരിക്കും കിടക്കണം. മനസ്സിലാക്കണം. 4 ചുറ്റും കമ്മ്യൂണിസ്റ്റ് വെച്ച് ഒടിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ത്രികോണാകൃതിയിലുള്ള ഒരു ചിഹ്നവും വെച്ചിട്ടുണ്ടാവും. ഇത് 3 വെച്ചിട്ടുള്ള ഞാനൊരു കാര്യം പറയട്ടെ, മിസ്സിങ് തോന്നി. അപ്പൊ അതിനെ ഒന്ന് സൈഡിലേക്ക് ആക്കി ഒതുക്കിയിട്ട് എന്നാ നോക്കാമെന്ന് പറഞ്ഞു പോയിക്കൂടെ? അങ്ങനെ മിസ്സിംഗ് ആവുമ്പോ അതിന്റെ കറക്റ്റ് സമയത്ത് അതിന് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്യുന്ന സമയത്താണ് മിസ്സിംഗ് ആവുന്നത്. ഇത് എനിക്ക് തോന്നുന്നില്ല. ഇതേടെ ചുമ്മാ അങ്ങനത്തെ ഭയങ്കര മോശമായി. എന്റെ നോട്ടത്തിൽ ഈ കാറ് ശരിയല്ല മോളെ, ഈ കാറ് ശരിയല്ല. എനിക്കൊരു കുഴപ്പമൊന്നും തോന്നുന്നില്ല ചേട്ടാ. ചേട്ടൻ എനിക്ക് തോന്നുന്നില്ല. ഈ കാർ നിങ്ങളുടെ നോട്ടത്തിൽ നല്ലതാണെങ്കിലും പക്ഷെ എന്റെ കണ്ണിൽ ഇതൊരു ഓഹോ റൂമാ. എക്സ്പീരിയൻസ് കാണുമല്ലോ. എക്സ്പീരിയൻസ് ഉണ്ടെന്ന് കൂട്ടിക്കോ. ഞാൻ പറഞ്ഞത് നേരാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ ചാട്ടക്കടിച്ച ടിപ്ലാന്ന് അടിക്കാം. ഉറപ്പല്ലേ? ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ കുടുംബം നോക്കാത്ത ഏതെങ്കിലും ഒരുത്തൻ കൊച്ചിന് മേടിക്കാൻ പറ്റുന്ന സെർലാക്കിന്റെ പൈസ എടുത്ത് പെണ്ണുമ്പളേക്ക് ഉപ്പ് സോഡയും മേടിച്ചോണ്ട് ഓടി വന്ന് ഇതിനകത്ത് കയറും. ഇത് കുറച്ച് കഴിയുമ്പോഴത്തെ ഇവന്റെ കാമുകിയും വന്ന് ഇതിനകത്ത് കയറും. കയറിയില്ലെങ്കിൽ എന്നതേ ഏതോ ഒരുത്തം ഞാൻ സഞ്ചരിക്കാൻ റെഡിയല്ല മനുഷ്യ. അതല്ല ഒരുത്തം മരുന്നുണ്ടെന്ന്. മഞ്ജു, ഞാൻ കാറിന്റെ അകത്തുണ്ട്. ഓക്കെ ചേട്ടാ, ഇത് കാറിന്റെ ആളായിരിക്കും വന്നിട്ടുണ്ടാവാ. ഏത് കാറിന്റെ ആള്? ഞാൻ പറയട്ടെ, ഈ കാറിന്റെ ഉടമസ്ഥൻ ബ്രേക്ക് ഡൗൺ ആയപ്പോ ആളെ വിളിക്കാൻ വന്നതായിരിക്കും. അല്ലല്ലല്ല, കാറിന്റെ അകത്ത് കയറിയത് കണ്ടില്ലേ? നോക്ക്. കാറിന്റെ അകത്ത് കേറി അവൻ വന്ന ലുക്ക് കണ്ടോ? പിന്നെ ഫോൺ വർഷാപ്പിൽ പോയിട്ട് വർഷാപ്പിലെ നന്നാക്കാനുള്ള ആളെ വിളിച്ചോണ്ട് പോകണം. ഇങ്ങനെയാണോ? ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ മഞ്ഞപ്പിത്തം ഉള്ളവരെ ആ കണ്ണു വെച്ച് നോക്കുമ്പോ എല്ലാം മഞ്ഞയായിട്ടിരിക്കും. അതാണ് ചേട്ടന്റെ പ്രശ്നം. എന്റെ ദൈവമേ, ഞാൻ ഈ സാധനങ്ങളൊക്കെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി ഇതിനകത്ത് അവിഹിതം ഉണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. ഹലോ, എവിടെയാ? കാറിന്റെ അകത്തോ? ശരി ഓക്കെ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അത് ചിലപ്പോ ഭാര്യയോ ബെസ്റ്റ് ഫ്രണ്ടോ ബെസ്റ്റിയോ പെങ്ങളായിക്കൂടെ? പെങ്ങളോ? നീ വന്നേ. ഏതെങ്കിലും ഒരു പെങ്ങളെ കാട്ടിക്കൊണ്ടേ കാറെ കയറ്റി വർത്താനം പറഞ്ഞ ആങ്ങളേനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇനിയെങ്കിലും മനസ്സിലാക്ക്. എന്നാ ഞാൻ പറഞ്ഞില്ലേ ഇത് അവിഹിതമാണെന്ന്? എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി? ഇങ്ങനൊന്നും പറയരുത്. ഒരു പ്രശ്നമില്ല. അത് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനും വേണ്ടിയൊക്കെ ആയിരിക്കില്ലേ? പിന്നെ കാറിന് ജീവൻ വെച്ചല്ലോ. സസ്പെൻഷന്റെ പ്രശ്നമായിരിക്കും. സസ്പെൻഷൻ നിങ്ങളുടെ തലയുടെ പ്രശ്നമാണ്. നട്ട് ലൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോ ഇങ്ങനെ വണ്ടി സാധാരണ ഇങ്ങനെ. പിന്നെ എന്റെ വീട്ടിൽ കിടക്കണ കാർ പോർച്ചിൽ കിടക്കണ കാർ ഇങ്ങനെ നട്ടോട്ട് കിടന്ന് ഇങ്ങനെ കിടന്ന് കാണിക്കുമല്ലേ? എന്റെ ദൈവമേ, ഇത് കണ്ടിട്ട് മനസ്സിലാവണില്ല. ഒരു കാര്യം ചെയ്യാം, ചേട്ടൻ ഇപ്പൊ അങ്ങോട്ടേക്ക് ചെന്നിട്ട് അവരോട് ചോദിക്കും എന്താ ഇവിടെ നടക്കുന്നത്, ഇറങ്ങുന്നു പറ. ഞാനേ ചോദിക്കുവാണ് നേരത്തെ ചോദിക്കായിരുന്നു. ഇപ്പൊ ഞാൻ അവിടെ ചെന്ന് ചോദിച്ചാൽ ആ ആണിന്റെ പെണ്ണിന്റെ ശാപം എന്നെ എന്റെ പിള്ളേരെയും വേട്ടയാടിക്കൊണ്ടിരിക്കും വർഷങ്ങളോളം. ഇപ്പൊ എന്താ ചെയ്യാ? എന്ത് ചെയ്യും? പിന്നെ അവരവരുടെ പാട്ടിന് പോട്ടെ, നമുക്ക് വെച്ചാലോ? നമുക്ക് എന്തായാലും മരത്തിന്റെ ചോട്ടും ഇങ്ങനെ നിക്കാനോ? അങ്ങനെ നിക്കാം. മോശല്ലേ?
കൃത്രിമശ്വാസം വെള്ളം എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. അയ്യോ കൃത്രിമശ്വാസം വെള്ളം എന്തെങ്കിലും വേണമെങ്കിൽ എനിക്ക് ഗവൺമെന്റ് ഓഫീസർ ദേ കാണണം, അവിടെ ചെന്നാൽ മതി. കാല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മാന്യന്മാര് മാന്യന്മാര് സംസാരിക്കല്ല, മാന്യന്മാര് ജീവിക്കുന്ന സ്ഥലമായത്. എന്നിട്ട് താനെന്താ ഇവിടെ നിൽക്കുന്നത്? എനിക്ക് അങ്ങനെയൊന്നുമല്ല, ഞാൻ ഏത് സ്ഥലത്തും വലിഞ്ഞു കയറി ചെല്ലും. അതല്ല, ഇവിടുത്തെ ഏറ്റവും വലിയ മാന്യനാ ഞാൻ. ഞാനാ ചോദിക്കുന്നത്, മാന്യന്മാര് താമസിക്കുന്ന സ്ഥലം അത്. നിങ്ങൾ എന്താ കാരണത്ത് കിടന്ന കാണിച്ചേ? നിങ്ങൾ എന്താ കാരണത്ത് കിടന്ന കാണിച്ചേ? ഈ ചേട്ടൻ എന്താ പറയുന്നത്? അല്ല, നമ്മളെല്ലാരും ചേട്ടാന്നോ? സ്കൂള് വിട്ടുപോണ പിള്ളേരാണെങ്കിൽ ഈ പിള്ളേര് വന്ന് സംശയിച്ചു നമ്മൾ എന്നാ മറുപടി പറയും? ഇവരെന്താ കാണിച്ചേ? ഇവരെ കാണിച്ചേ ശരിയാണോ ചേട്ടാ? അല്ല, എന്താ സംഭവം എന്ന് പറയണം. പറഞ്ഞിട്ട് പറയണ്ടേ? കാറിന്റെ അകത്ത് എന്താ നടന്നതെന്ന് നിങ്ങൾക്ക് അറിയണോ? അതറിയണം. കാണിക്കണോ? ഞങ്ങള് കാണിക്കണോ? അല്ല, കാണിക്കണോന്നൊക്കെ കാണിക്കട്ടെ കാണിക്കണ്ട. ഒരു മിനിറ്റ് ഈ പച്ചപ്പട്ടണത്തിൽ പാശ്ചാത്യ സംസ്കാരം ഈ പട്ടണത്തിൽ വേണ്ട, അനുവദിക്കില്ല ഞാൻ. ഇല്ല ചേട്ടൻ എന്തായാലും ഞങ്ങൾ കാണിക്കാൻ വേണ്ട എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട. എനിക്ക് പറയണം. അല്ല, ഞാനൊരു കാര്യം പറയാം. ഞാൻ പറയാം. ചേച്ചി ഹായ്, എന്റെ പേര് എലീന. എന്തായാലും ഇവിടെ സംഭവിക്കേണ്ടത് സംഭവിച്ചു, അതിന്റേതായ രീതിയിൽ നമ്മളങ്ങനെ സോൾവ് ചെയ്യാൻ പറഞ്ഞില്ലേ, വിട്ടുകളയുന്നതല്ലേ നല്ലത്. അല്ല, എന്നാലും നിങ്ങൾ ചോദിച്ചതല്ലേ എന്താന്ന്. നിങ്ങൾ കാണിച്ചോ, ചേച്ചിക്ക് കണ്ടാ കൊള്ളാം, കേട്ടാ കൊള്ളാന്നുണ്ടല്ലോ. ഞങ്ങൾ ചോദിക്കട്ടെ, മാന്യനായ അങ്ങേക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ കാണിക്കാം. നിങ്ങളെ പാനലൊന്ന് കാണാൻ കേൾക്കാനായിട്ട് ഞാനിരിക്കുക. നിങ്ങൾ ആരെങ്കിലും ഒന്ന് മൂളുവാണെങ്കിൽ നമുക്ക് എന്താ കാര്യം അറിഞ്ഞിട്ട് തന്നെ കുഴപ്പം ഞങ്ങൾ കാണിക്കുന്നത് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ എന്റർടൈൻമെന്റ് ആകുന്നുണ്ടെങ്കിൽ കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഒരു ചെറിയ കാർ ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അത് ഞങ്ങൾ കണ്ടായിരുന്നു. അത് ഇപ്പൊ ഈ ചേട്ടൻ ഈ കാറിൽ വന്ന് കേറിയായിരുന്നു. അത് ഞങ്ങൾ കണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാരും കണ്ടായിരുന്നു. പുറകെ ഞാനും വന്ന് കേറി, അതും കണ്ടായിരുന്നു. കണ്ടോ? കണ്ട് ഭയങ്കര ചൂടാ പുറത്ത്. ഞാൻ AC 4 അങ്ങ് കീച്ചി. AC ഇടണം. AC ഇട്ടില്ലെങ്കിൽ നമ്മൾ പൈസ ലാഭിക്കണ അരക്കനാന്ന് പെണ്ണുമ്പള വിചാരിക്കും. അത് നമ്മൾ വില അങ്ങോട്ട് രക്തം ഇങ്ങനെ തിളച്ചു വന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ AC ഇട്ടാൽ രക്തം തിളക്കും. എനിക്ക് അനുഭവമുണ്ട്. ഇവക്ക് രക്തം തിളക്കും. ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ ഒക്കത്തില്ലോ. ഞാൻ ഈ 2 ബട്ടൺസ് അങ്ങോട്ട് ഊരി കൈ അങ്ങോട്ട് മടക്കി കുത്തി പറയുന്നതിലൊരു ഇതുണ്ട്. ഞാൻ ഇതും അങ്ങ് ഊരിയിട്ട് നേരെ ഇവിടെ കയ്യിലോട്ട് കയറി അങ്ങ് പേടി. അതെ, അപ്പൊ ഈ ചേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നോണ്ട് എനിക്ക് ചേട്ടനെ ശരിക്കും കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ചരിഞ്ഞ് ഇങ്ങോട്ട് ഇരുന്നു. തറവാടുത്ത എന്നിട്ട് പിന്നെ എന്റെ 2 കൈ ഉണ്ടല്ലോ ചേട്ടാ, ഈ 2 കൈയും ഞാൻ ഇങ്ങനെ അങ്ങ് ഉയർത്തി. ഞാൻ വെറുതെ ഇരിക്കാനൊക്കത്തില്ലല്ലോ. വെറുതെ ഇരിക്കരുത്, നമ്മൾ ആണുങ്ങളുടെ വില പോകും. ഇന്ന് മുണ്ടൊഴിഞ്ഞിടാൻ പോവാന്നോ? ഓക്കെ, ഞാൻ പതുക്കെ എടുത്തിട്ട് ഞാൻ ഈ ചേട്ടന്റെ ഈ കഴുത്തിലോട്ട് ഇങ്ങനെ ഇതാണ് ഈ കാറിൽ സംഭവിച്ചത്. ഇത് സ്ഥിരം പരിപാടി. ഏതെങ്കിലും ഒരു ആണിനെയും പെണ്ണിനെയും അസമയത്തോ എവിടെയെങ്കിലും വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ പറഞ്ഞ പരിപാടിയാണ്. ഞങ്ങൾ കാരണത്ത് കയറുന്നു, വീട്ടുകാരും പറയായിരുന്നു, ഞങ്ങൾ കാരണത്തൊരു തമാശ പറയായിരുന്നു. കാമുകന്മാരുടെ സ്ഥിരം പരിപാടിയാണിത്. ഞങ്ങള് കാമുകനാന്ന് ആര് പറഞ്ഞു? കാമുകനല്ല, അഭിഹിതം. ഭാര്യയും ഭർത്താവാണ്. ഞാനിവിടെ ഭർത്താവ്, ഗസറ്റഡ് ഓഫീസർ സണ്ണി കുരിക്കാടൻ. ഞാൻ വിശ്വസിക്കരുത് ഗസറ്റഡ് ഓഫീസറാണ്. എന്താ ഗസറ്റഡ് ഓഫീസർ ആയി കഴിഞ്ഞാൽ ഒരു ആണ് കാണിക്കാവുന്ന പണിയുണ്ട് കാരണത്ത്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണം. ഞാൻ ഇങ്ങനെ ഉത്തമയായ ഭാര്യ. അത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. ഉത്തമയായ ഒരു ഭാര്യയാണ് ഇങ്ങനെ പട്ടാപ്പകല് ഗസറ്റഡ് ഓഫീസറായ ഒരാളെ കാരണത്ത് കയറ്റിട്ട് ഈ മാതിരി പണി കാണിക്കണത്. എന്റെ ചേട്ടാ, ഞങ്ങൾക്ക് വീട്ടിൽ ഇരുന്നൊന്നും വഴക്കടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്നും വഴക്കടിക്കാൻ പറ്റില്ല? ഭാര്യയും ഭർത്താവും അല്ല.
പറഞ്ഞ മനസ്സിലായോ? ഭാര്യയും ഭർത്താവും ആണെങ്കിൽ ഇവര് വീട്ടിൽ വഴക്കടിച്ചേനെ. അല്ല നിങ്ങൾ പറയാ വീട്ടിൽ പ്രശ്നം. ചേട്ടാ വീട്ടിൽ ഇരുന്ന് വഴക്കടിക്കാൻ പറ്റില്ല, മക്കളൊക്കെ ഞങ്ങളേലും പ്രായമായി. നിങ്ങളെ മക്കളെ ദത്തെടുത്ത് വളർത്ത് വരുന്നത്. അയ്യോ അതല്ല, മക്കളൊക്കെ വളർന്ന് ഞങ്ങളേലും വലുതായെന്ന്. ഉമ്മ പറഞ്ഞവരുടെ മാത്രമല്ല ചേട്ടാ, ഞങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, 9ാം നിലയാണ്. അപ്പൊ ഞാൻ ഇവിടെ ദേഷ്യം വന്നാൽ ഭയങ്കരമായിട്ട് തെറി വിളിക്കും. ഈ ഭാഗത്ത് ഭയങ്കര എക്കോയാ. അപ്പൊ ഞാൻ ഒരു തെറി വിളിക്കുമ്പോൾ ഭിത്തി എന്നെ 8 തെറിയാ തിരിച്ചു വിളിക്കുന്നത്. അത് അത്ര ശരിയുള്ള കാര്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മറിഞ്ഞ ഭാഗത്ത് നമ്മള് തെറി പിടിച്ച് കേൾക്കണത് ശരിയല്ല. അപ്പൊ ഞങ്ങൾക്ക് വഴക്കടിക്കണമെന്ന് തോന്നുമ്പം വിജനമായ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുവന്ന് കാർ അങ്ങിടും. ചേട്ടനും ഞാനും കൂടെ കാറിന്റെ അകത്ത് കയറും, പറയാനുള്ളതും ചെയ്യാനുള്ളതും മൊത്തം ചെയ്യും. നശിപ്പിച്ച് നാരണക്കലാക്കി അറിഞ്ഞു പൊളിക്കുവളിയ ഓഫീസറൊക്കെ പോയി വെറും ചന്ത ചാളയല്ലേ ഞാൻ. പിന്നെ വീടിനകത്തോട്ട് കേറുമ്പം വീട്ടിലുള്ള സകല പണി എടുക്കുന്നത് ഞാനാ. സത്യം. കണ്ണിന്റെ ഇവിടെ ഇടി കിട്ടിയാനെ. ഒരു കാര്യം മനസ്സിലായില്ലേ, നല്ല രീതിയിൽ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാണ്. ചേട്ടന്റെ കണ്ണിലായിരുന്നു ആക്ച്വലി പ്രശ്നം. ആണല്ലേ? നിങ്ങളുടെ കണ്ണിൽ ആക്ച്വലി അല്ല, നമ്മളങ്ങനെ ഒരു കാര്യം. ഞാൻ ഈ വണ്ടി ഇവിടെ ആരാ പാർക്ക് ചെയ്തെന്ന് ചോദിച്ചു. അപ്പൊ ചേട്ടനാണ് അത് തീ കൂട്ടി 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 കൂട്ടി. അല്ല, ഞങ്ങളല്ലേ ചേച്ചി, ഞാൻ ഒരു കാര്യം പറയാം. സമൂഹത്തിൽ ഇതുപോലെ നിങ്ങളെ പോലത്തെ നല്ല നല്ല ആൾക്കാരുണ്ടാവും. പക്ഷെ ഇതുപോലെ ചില ആൾക്കാരും ഉണ്ടാവും അതിനെ വളച്ചൊടിച്ച് ഇല്ലായ്മയാക്കി പറയുന്നത്. അതാണ് സദാചാരം എന്ന് പറയുന്നത്. കേട്ടോ? എന്നാ ചേട്ടാ, കൂടുമ്പോ ഇമ്പം ഉണ്ടാവുന്നതാണ് കുടുംബം എന്ന് പറയുന്നത്. കേട്ടോ? അപ്പൊ കാണുമ്പോൾ ഇമ്പം ഉണ്ടാവുന്നതാണോ ഈ അവിഹിത ബന്ധം? ഈ മനുഷ്യൻ ഞങ്ങള് ബീച്ച് വല്ല നിർത്തിയിട്ടേക്കുന്ന കാറപ്പെട്ട് വഴക്കുണ്ടായിക്കോളാം. ഓക്കെ ബൈ. ഓ, കൊറേ വണ്ടികളുണ്ടോ അവർക്ക്? ഒന്നും വേണ്ട, നിങ്ങൾ പോക്കോ, അതാണ് നല്ലത്. എന്നാൽ ഈ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങൾ മാറ്റി ഇട്ടോളാം. കേട്ടോ? അല്ല, വണ്ടി അങ്ങനെ കിടക്കുന്നത് ശരിയല്ല. Masters.